ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ കണ്ടിന്യൂസ് വീഡിയോ ആണ് കേട്ടോ ഇത്. അന്ന് വൈകുന്നേരം ഒരു 9 ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ദുബായ് ഫെസ്റ്റിവൽ കാണാനായിട്ട് പോയത്. നല്ല ടയേർഡായിരുന്നു എല്ലാവരും. പിന്നെ വേറൊരു ദിവസത്തേക്ക് അത് മാറ്റി വയ്ക്കാനായിട്ട് ഞങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നില്ല. കാരണം കുട്ടികൾ രണ്ടുപേരും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഇതുവരെ ഇത് കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇന്ന് തന്നെ നമുക്കത് പോകാം, നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയതാണ്. ഞാൻ ഇതിന് മുമ്പ് വന്നപ്പം ഇത് പോയിട്ടുണ്ട്. എല്ലാം പോയി കിടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ ക്യാപ്പും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടാണ് വന്നേക്കുന്നത്. ഇനി മഞ്ഞ് നല്ല അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ, എനിക്കത് പറ്റില്ല. അത് കാരണം കൊണ്ട് നമുക്കിനി ഓരോരോ ഷോപ്പിലായിട്ട് കയറാം, ഓരോരോ പവലിയനിലായിട്ട് കയറാം. ആദ്യം ഞങ്ങൾ കയറിയ പവലിയൻ കുവൈറ്റിൻ്റെ പവലിയനായിരുന്നു കേട്ടോ. എവിടെയാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് എൻട്രി ചെയ്തത്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് വന്നത് ഉള്ള സ്ഥലത്തോട്ട് നമ്മളങ്ങ് കയറുമായിരുന്നേ. ഇങ്ങനത്തെ കൂടുതൽ ഈ ലേഡീസിൻ്റെ ഡ്രസ്സുകളായിരുന്നു നമ്മൾ കയറുമ്പം തന്നെ കാണുന്നുണ്ടായിരുന്നത്. അതിൽ ബീഡ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ഹെവി വർക്കുള്ള ഡ്രസ്സുകളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് കേട്ടോ. ത്രെഡിൽ ഡിഫറെൻറ്റ് വർക്കുള്ളത് കൊണ്ട് കളർ കോമ്പിനേഷൻസും കളേഴ്സും എല്ലാം ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിലും, പിന്നെ നമുക്കിങ്ങനെ എന്താ പറയുക ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ കണ്ണടിച്ച് പോകുന്ന കളറുള്ള മാതിരിത്തെ ഡ്രസ്സുകളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മാതിരത്തെ ഡ്രസ്സുകളൊന്നുമല്ല. പിന്നെ അവരുടെ രാജ്യത്തൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ നമ്മുടെ ആങ്കിൾ വരെയൊക്കെ കിടക്കുന്ന ടൈപ്പിലുള്ള കഫ്താൻ മോഡൽ ഡ്രസ്സുകളൊക്കെ ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. പക്ഷേ നല്ല ക്ലാസ് ഡ്രസ്സുകളായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം കാണാൻ. വർക്കൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വർക്കായിരുന്നു ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല പ്രൈസും ഉണ്ട് കേട്ടോ. പിന്നെ അവരുടെ ട്രഡീഷണൽ ഓർണമെൻറ്റ്സിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ ശരിക്കുള്ള പേള്, അവരുടെ ഒരു കല്ലുകൾ അതിൻ്റെയൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ വെച്ചിട്ടുള്ള ഓർണമെൻറ്റ്സുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു സെപ്പറേറ്റ് ഷോപ്പുകളുണ്ട്. പിന്നെ ബാഗിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. ഇത് ലെതർ എത്ര ക്വാളിറ്റി ഉണ്ടെന്നുള്ളതൊന്നും അറിഞ്ഞൂടെ, ലെതറിൻ്റെ ബാഗുകളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. പിന്നെ അവരുടെ തന്നെ സ്പൈസസിൻ്റെ ഷോപ്പ്, അങ്ങനെയുള്ള ഓരോ ഷോപ്പുകളൊക്കെയാണ് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് കേട്ടോ ഈ പവലിയനിൽ. അത് കഴിഞ്ഞ് അടുത്തത് നമ്മൾ യമൻ്റെ പവലിയനിലേക്ക് കയറാൻ നിന്നപ്പോഴത്തേനും ഞാൻ പറഞ്ഞില്ലേ ഒരു 9 ഒക്കെ ആയി ഞങ്ങൾ ഓൾറെഡി അതിനകത്ത് എൻട്രി ചെയ്തപ്പോൾ തന്നെ. അപ്പം ഒരു 2 o'clock 3 o'clock വരെയാണ് ഇത് ഉണ്ടെന്ന് പറഞ്ഞിരുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് മുമ്പിൽ തന്നെ ഒരു ഇതുണ്ടായിരുന്നു, ഫുഡിൻ്റെ സ്റ്റോളുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ചെറുതായിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് യമൻ്റെ പവലിയനിലേക്ക് ഞങ്ങൾ എൻട്രി ചെയ്തത് കേട്ടോ. നമ്മൾ ഇതിലേക്ക് എൻട്രി ചെയ്തപ്പം കൂടുതലും കണ്ടത് ഇപ്പം ആ സൈഡിൽ കാണുന്ന എല്ലാം സോൾട്ടുകളാണ്. പല ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള സോൾട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ സ്പൈസസ് ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ കണ്ടത്. പിന്നെ എനിക്ക് തോന്നുന്നു യമനിൽ നിന്നാണെന്ന് തോന്നുന്നു ഞാൻ തേൻ മേടിച്ചത്. ഇവരുടെ ഈ സ്പൈസസ് ഞാൻ സ്മെല്ല് ചെയ്ത് നോക്കി കേട്ടോ. കാണുമ്പോൾ നമ്മുടെ ഇതൊക്കെ ആയിട്ട് ഒരുപാട് ഇതിപ്പോൾ ഗാർലിക് ഉണക്കിയതുണ്ട്, പിന്നെ സ്റ്റാർ ഓണിയൻസ് ഉണ്ട്, അപ്പുറത്തത് നമ്മുടെ കുരുമുളക് കിടപ്പുണ്ട്, ഇഞ്ചി ഉണക്കിയതുണ്ട്, ഇത് തിപ്പല്ലിയാണ്. അങ്ങനെ നമുക്ക് പരിചയമുള്ള സ്പൈസസൊക്കെയാണ്. നമുക്ക് പരിചയമില്ലാത്ത സാധനങ്ങളും ഒരുപാടുണ്ട്. പക്ഷേ അവരുടെ കുറേ കൂടിക്കിടന്നിരുന്നില്ലേ മിക്സ്, ഞാനത് കുറച്ചെടുത്ത് സ്മെല്ല് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അതായിരിക്കും നമുക്ക് ഇവിടുത്തെ ഫുഡിനൊക്കെ വരുന്ന വേറെ സ്മെല്ലുകളൊക്കെ അങ്ങനത്തെ സ്പൈസസൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. പിന്നെ തേൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിന്നാണ് നമ്മൾ തേൻ മേടിച്ചത്. ഒരു ജിഞ്ചർ ഹണി മിക്സ് ആയിട്ടുള്ള ഒരു ഇതാട്ടോ ഞാൻ മേടിച്ചത്. ഇങ്ങനെ കോമ്പടക്കം നമുക്ക് മേടിക്കാനായിട്ടും കിട്ടും, അത്യാവശ്യം വിലയുണ്ട് കേട്ടോ.
പിന്നെ അവിടെ ഇവരുടെ ഒരു ഓർണമെൻറ്റ്സിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. ഈ സിൽവർ ഓർണമെൻറ്റ്സ്, അതായത് ആൻറ്റി ഓക്സിഡൈസ്ഡ് ഓർണമെൻറ്റ്സുകളുണ്ടല്ലോ, അങ്ങനത്തെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കുട്ടികൾ അവരുടെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ട് കുറച്ച് ഓർണമെൻറ്റ്സും കാര്യങ്ങളെല്ലാം നോക്കിയെടുത്തു കേട്ടോ. നല്ല നല്ല മോതിരങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക്. പിന്നെ ഒറിജിനൽ സിൽവറിൻ്റെയും ഇതിൻ്റെ ഇടയിൽ അവർ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ഈ ഓരോ സ്റ്റോളുകളുടെയും മുൻപിൽ ഇവരിങ്ങനെ മാലയെല്ലാം നന്നായിട്ട് അവരിങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്രഡീഷണൽ മാലകൾ ഒരുപാടുണ്ട്, നമ്മളുടെ ഇവിടെയൊന്നും കാണാത്ത ടൈപ്പ്. എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യകളിലൊക്കെ ഉണ്ടായിരിക്കും അങ്ങനത്തെ. ഞാനങ്ങനെ നോർത്ത് ഇന്ത്യ ഒന്നും ഒരുപാട് ട്രാവൽ ചെയ്യാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരുപാട് വലിയ ചങ്കി ആയിട്ടുള്ള ടൈപ്പ് ഒരുപാട് ഓർണമെൻറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കഴുത്തേലും കയ്യിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റത്തെ ഓർണമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഞാനതിൽ കാണാൻ കൊള്ളാവുന്ന വലിയ കുഴപ്പമില്ലാത്ത ഒരു ഇത് നോക്കി എടുത്തതാണ്. പിന്നെ അവിടെ നിന്ന് ആ പേളിൻ്റെ ഒരു മാല എടുത്തു. ആ പേൾ ഒറിജിനൽ പേളായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു മാലയും കൂടി ഞാൻ പർച്ചേസ് ചെയ്തു. നമുക്ക് എന്തെങ്കിലും നമുക്കിങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇതിനൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ മേടിച്ച് സൂക്ഷിക്കുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് എടുത്തത്. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് നമ്മൾ ബാർഗെയിൻ ചെയ്യണം. എനിക്കാണെങ്കിൽ അതിൻ്റെ സ്കില്ല് എനിക്ക് ഒട്ടുമില്ല. പിന്നെ അവർ ഭയങ്കരമായിട്ട് പ്രൈസ് കൂട്ടിയിട്ടാണ് പറയുക കേട്ടോ. അപ്പോൾ എനിക്ക് 1-2 ഓർണമെൻറ്റ്സും കാര്യങ്ങളെല്ലാം എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന സ്റ്റോൺസിനൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അത് നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ആ മാലകൾക്കൊക്കെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പക്ഷേ അവർ പറയുന്ന പ്രൈസ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാൻ പറ്റില്ല. അവർ 100 തുടങ്ങിയാൽ നമ്മൾ 10 പറഞ്ഞു തുടങ്ങണം. അങ്ങനെയാണ്, അത്രയും ഡിഫറൻസിൽ അവർ ഭയങ്കരമായിട്ട് പൈസ കൂട്ടിയാണ് എല്ലാത്തിനും പറയുക. പിന്നെ അവരുടെ എന്താണ് പറയുക, സ്പൈസസിൻ്റെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ കണ്ണ് ആദ്യം ചെന്ന് വിട്ടത് ഈ ഡ്രൈഡ് ഫ്ലവേഴ്സിൻ്റെ ഷോപ്പിലേക്കാണ് കേട്ടോ. നമ്മൾ ആദ്യത്തെ ദിവസം വന്നപ്പോൾ തന്നെ അൽഫിഹിദിയിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും ഡ്രൈഡ് ഫ്ലവേഴ്സും ഒക്കെയുള്ള ടീ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ കയ്യിലെടുത്ത് പിടിച്ചിട്ടില്ലേ, അത് ഉറക്കത്തിന് നല്ലതാണെന്നാണ് പറഞ്ഞത് രമ്യ. നമുക്ക് നല്ല ഉറക്കം കിട്ടുമെന്ന് പറഞ്ഞു അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ റോസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ളതെല്ലാം ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലെല്ലാത്തിലും വെച്ചിട്ട് ഏറ്റവും പ്രൈസ് ലാവൻഡറിനായിരുന്നു കേട്ടോ. ആ അറ്റത്തിരിക്കുന്ന കണ്ടില്ല ഒരു പർപ്പിൾ ഷെയ്ഡ്, പർപ്പിൾ എന്ന് പറയാൻ പറ്റുമോ അതിനെ, ആ ഒരു ഷെയ്ഡിലുള്ളത്, അതിന് ലാവൻഡർ നല്ല എക്സ്പെൻസീവ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാത്തിൽ നിന്നും ഒരു 100 grams ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ മേടിച്ചത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. റോസിൻ്റെ തന്നെ പല ടൈപ്പ് ഉണ്ട്, ഒരു പർപ്പിൾ ഷെയ്ഡ് കൂടിയിട്ടുള്ളതും നല്ല റെഡിലുള്ളതും ഒക്കെ ആയിട്ടുള്ളത്. നമുക്ക് ഇങ്ങനെ സ്മെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും നല്ലതാണ്, അല്ലെങ്കിൽ നമുക്കിത് ടീ ആയിട്ടിട്ട് കുടിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത്രയും ഞങ്ങൾ ഇതിൻ്റെ കൂടെ പിന്നെ കുറേ സ്പൈസസും കാര്യങ്ങളും എല്ലാം പർച്ചേസ് ചെയ്ത് വന്നപ്പം ആ ഒരു ഏരിയയിൽ കുറച്ച് കൂടുതൽ സമയം പോയിട്ടുണ്ടായിരുന്നു. കുട്ടികളെല്ലാം ആ സമയമായപ്പോഴത്തേനും അവർ മടുത്ത്. അവർ പറഞ്ഞു വാ പോകാം, ഇനി ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നമ്മളൊന്നും ആയിട്ടില്ല എന്നൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ അവരെ സമാധാനിപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇതെന്തോ മസായിസാന്ന് തോന്നുന്നല്ലേ, മസായിസിൻ്റെയാ. അവിടെ ഒരു പെർഫോമൻസ് നടക്കുന്നുണ്ട്.
ഇത് നല്ല സ്മെല്ലാട്ടോ. എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ഈ ആഫ്രിക്കൻ പവലിയനിലുണ്ടല്ലോ ഏറ്റവും കൂടുതൽ കണ്ടത് വുഡിൻ്റെ പ്രൊഡക്റ്റുകളാണ് കേട്ടോ. ഇഷ്ടം പോലെ വുഡിൻ്റെ പ്രൊഡക്റ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ബാലിയിൽ കിട്ടുന്ന ആ ഒരു ക്വാളിറ്റിയിലുള്ള വുഡിൻ്റെ പ്രൊഡക്റ്റുകളല്ല കേട്ടോ. ഇത് റിയൽ വുഡൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം അതിലൊരു വെള്ള ഷെയ്ഡ് വരും. അതിങ്ങനെ ഉണങ്ങി വെള്ളത്തിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഒന്നും മേടിച്ചില്ല. ഞാൻ വുഡിൻ്റെ പ്രൊഡക്റ്റുകളൊന്നും മേടിച്ചില്ല. എനിക്ക് തോന്നുന്നു മോൻ ആ കണ്ട ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടല്ലോ അതവൻ മേടിച്ചു. പിന്നെ കുറച്ച് നേരം ഞങ്ങളങ്ങ് നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ഫയർ വർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞങ്ങൾ ചെന്ന ദിവസം അതുള്ള ദിവസമായിരുന്നു. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തു അവർ. പിന്നെ നമ്മളിവിടെ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടും അതും ഇതുമൊക്കെ കണ്ട് ശീലമുള്ള നമുക്ക് ഇതൊന്നും വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നിയില്ല. ഞാൻ പിന്നെ അവിടെ നിന്ന് അങ്ങ് നടന്നു പോയി. അടുത്ത വേറൊരു പവലിയനിലാണ് ഇത് കയറിയത്. അത്യാവശ്യം നമുക്ക് വീട്ടിലിടാനൊക്കെ പറ്റുന്ന പോലത്തെ നല്ല ലൈറ്റ് കളേഴ്സിലൊക്കെ ഇഷ്ടംപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിൽ ഇഷ്ടംപോലെ നൈറ്റ് ഡ്രസ്സുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊക്കെ കുട്ടികൾക്കും എനിക്കും ഒക്കെ കുറച്ചൊക്കെ ഇങ്ങനെ പർച്ചേസ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് അങ്ങനെ അങ്ങ് നേരെ നടന്നു. അടുത്തത് ഈ റെഡ് കളർ ഫുള്ള് കാണുന്നത് ഞാൻ പറയേണ്ട തന്നെ നിങ്ങൾക്കറിയാലോ, ചൈനയുടെ പവലിയനാണ്. അത് എപ്പോഴും അവർ ഏത് സ്ഥലത്താണെങ്കിലും അവരുടെ ആ ഒരു റെഡ് കളർ ഇങ്ങനെ ഇങ്ങനെ നിൽക്കും. ആ ഒരു പവലിയനിലും ഇതുപോലെ തന്നെ നമുക്ക് നൈറ്റ് ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. മിക്ക ഷോപ്പുകളും ഇങ്ങനത്തെ ഡ്രസ്സുകളായിരുന്നു. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇവിടെ ഞാനൊരു 7-8 പവലിയനിൽ കയറി. ഇവിടെ ഒന്നും ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ട് ടീഷർട്ട് നോക്കി നടന്ന് ജെൻസിന് പറ്റുന്ന ഒരു ഷോപ്പും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളുടെ ഷൂസ്, സാൻഡിൽസ് അങ്ങനത്തെ ഷോപ്പുകളും പിന്നെ ബാഗിൻ്റെ അധികം ഷോപ്പുകളൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. 1-2 പവലിയനിൽ കണ്ടു. അങ്ങനത്തെ ഷോപ്പുകളും ഞാൻ അധികം കണ്ടില്ല. കൂടുതലും ഇങ്ങനത്തെ ഡ്രസ്സുകളും പിന്നെ കുറേ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റുകളും പിന്നെ എന്താ പറയുക കുറേ പെർഫ്യൂംസിൻ്റെ ഷോപ്പുകൾ, പിന്നെ അവരുടേതായിട്ട് നമുക്കിവിടെ കിട്ടാത്ത മാതിരത്തെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഞാൻ പറയായിരുന്നു ജെൻസിന് അങ്ങനെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന മാതിരത്തെ ഷോപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതെനിക്ക് കുറച്ചൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു കാരണം ഞാൻ മോന് നോക്കിയിട്ട് ഒരുപാട് നടന്നു. കാരണം അവനും എന്തെങ്കിലും ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നു. പിന്നെ അവൻ ആ ഇൻസ്ട്രുമെൻ്റ് കിട്ടിയ കാരണം കൊണ്ട് അവൻ ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ നടന്ന് ഒരു പരുവായി കേട്ടോ. കാലൊക്കെ കഴിച്ച് അയ്യോ ശരിയില്ല. ഇത് കണ്ടോ, നമ്മൾ ഒരു പാത്രത്തിൻ്റെയൊക്കെ ഒരു സെറാമിക്, ഇത് ബ്ലൂ പോട്ടറിയുടെ ഇതിൻ്റെയൊക്കെ ഒരു ഷോപ്പിൽ കയറിയതാണ്. ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ. ഇത് രസമെന്ന് നോക്കിയേ. ഇതെല്ലാം ഹാൻഡ് പെയിൻറ്റഡും ഒക്കെയാണ്. അപ്പം ഇതിൽ നമ്മൾ ഒരു 3-4 ഇതൊക്കെ രമ്യം ഇഷ്ടം പോലെ മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് തന്നെ ചിരിക്കുക. ഇതെങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതാണ് ഇത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സെലക്ട് ചെയ്തത് ഭയങ്കര ഭംഗിയാട്ടോ ഇതൊക്കെ കാണാം. അത് കണ്ടോ, എനിക്ക് ഈ ഗ്രീൻ സെറ്റാട്ടോ ഭയങ്കര ഇഷ്ടമായത്. ഇത് കണ്ടോ, ഇതിലൊരു 4 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ ഞാൻ കൊണ്ടുവരുമെന്ന് എനിക്കറിഞ്ഞൂടാ, ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ വന്നതാണ് കേട്ടോ. ഈ
ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചേക്കുന്നു. മാംഗോ സ്റ്റിക്കി റൈസ് നോക്കി നടക്കുക. ഫൈനലി നമ്മൾ കണ്ടുപിടിച്ചു മാംഗോ. Oh yes, This one. sorryนะคะ Thank you so much. No worries. Thank you. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള 2 സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ട്. നിങ്ങളെ കണ്ട് വളരെ സന്തോഷം. Your names? My name is Deepa. I'm Shrita. അപ്പോൾ സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ഒരുപാട് ടയേർഡായി. ഇനി 1-2 ഇതുകളും കൂടി പവലിയനിലും കൂടി കയറാനുണ്ട്. അപ്പോൾ അതൊക്കെ കയറിയിട്ട് ഞങ്ങൾ പയ്യെ വീട്ടിൽ പോകും. ഫുഡ് കാര്യങ്ങളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, എല്ലാവരും പോയി തുടങ്ങി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.